ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 30-ാമത്തെ ശ്ലോകം നോക്കാം. പാല്യതേയാ മയാധേനു സാ വന്ധ്യാ സർവഥാ ഭവേത് യോ മയാരോപിതോ വൃക്ഷസ്സോപി വന്ധ്യത്വമാശ്രയേത്. പാല്യതേയാ മയാധേനു. ബ്രാഹ്മണൻ്റെ സങ്കടം വീണ്ടും. പാല്യതേ, പാലിക്കുന്നുവോ? മയാധേനു, യാതൊരു, മയ എന്നാൽ, ധേനു പശുവിനെ, യാതൊരു പശുവിനെയാണോ എന്നാൽ പാലിക്കപ്പെടുന്നത്. സാ വന്ധ്യ സർവഥാ ഭവേത്. സാ അവൾ, ആ പശു, വന്ധ്യയായി മാറും. സർവഥാ ഭവേത്, അത് സർവപ്രകാരത്തിൽ, സർവഥ എന്ന് പറഞ്ഞാൽ സർവപ്രകാരത്തിലും അത് വന്ധ്യയായി മാറും. പിന്നെയോ യോ മയാരോപിതോ വൃക്ഷസ്സോപി വന്ധ്യത്വമാശ്രയേത്. യാതൊരു മയാരോപിതോ, മയ ആരോപിത വൃക്ഷ എന്നാൽ നട്ടുവളർത്തപ്പെട്ട, എന്നാൽ നട്ടതായിട്ടുള്ള വൃക്ഷം, സോപി വന്ധ്യത്വമാശ്രയേത്. സോപി അതുപോലും, സ അഭിയാണ് സോപി, അതുപോലും വന്ധ്യത്വമാശ്രയേത്. വന്ധ്യത്വം ആശ്രയേത്, രണ്ട് വാക്കുകളുണ്ട് അവിടെ. വന്ധ്യത്വം ആശ്രയേത് എന്ന് പറഞ്ഞാൽ അതും വന്ധ്യത്വത്തെ, അഥവാ കായ്ക്കാത്തതായിട്ട് ആ വൃക്ഷം പോലും മാറും. വന്ധ്യത്വത്തെ ആശ്രയിക്കുമെന്ന് പറഞ്ഞാൽ അതും കായ്ക്കാത്തതായിട്ട് മാറും. അതായത് ഞാൻ അത്രമാത്രം മഹാപാപിയാണ്, എൻ്റെ പാപങ്ങളുടെ ഫലം തന്നെയാണ് ദുഃഖമായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വളർത്തപ്പെടുന്ന, എന്നാൽ പരിചരിക്കപ്പെടുന്ന പശു അത് വന്ധ്യയായി മാറും. അതിന് മറ്റൊരു ക്ടാവിന് ജന്മം കൊടുക്കുവാൻ കഴിവില്ലാത്തവളായി മാറും. എന്നാൽ നട്ട് വളർത്തപ്പെടുന്ന വൃക്ഷങ്ങൾ പോലും കായ്ക്കാത്തതായി മാറും. എന്തൊരു സങ്കടമായിരിക്കും ആ ബ്രാഹ്മണൻ അനുഭവിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പാല്യതേയാ മയാധേനു സാ വന്ധ്യാ സർവഥാ ഭവേത് യോ മയാരോപിതോ വൃക്ഷസ്സോപി വന്ധ്യത്വമാശ്രയേത്. ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വൃക്ഷ, ധേനു രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ വന്ധ്യത്വം ആശ്രയേത്, വന്ധ്യത്വം ആശ്രയേതാണ് മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്ത 31-ാമത്തെ ശ്ലോകമാണ്. യത് ഫലം മദ്ഗൃഹായാതം ശീഘ്രതച്ച വിശുഷ്യതി നിർഭാഗ്യസ്യാനപത്യസ്യ കിമിതോ ജീവിതേന മേ. യത് ഫലം മദ്ഗൃഹായാതം, യത് ഫലം യാതൊരു ഫലമാണോ, മദ്ഗൃഹായാതം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വന്നു ചേരുന്നത്, ശീഘ്രം തച്ച വിശുഷ്യതി, ശീഘ്രം വളരെ പെട്ടെന്ന് തന്നെ, തച്ചാണ് തച്ച, അതും കൂടി വിശുഷ്യതി എന്ന് പറഞ്ഞാൽ ശുഷ്കിച്ചു പോകും, ഉണങ്ങിപ്പോകും. കാരണം നിർഭാഗ്യസ്യ അനപത്യസ്യാണ്, രണ്ട് വാക്കുകളുണ്ട് അവിടെ. നിർഭാഗ്യസ്യ ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ. കാരണം അനപത്യസ്യ എനിക്ക് ശിശുക്കളില്ല, എനിക്കൊരു ഉണ്ണിയില്ലാത്തത് കൊണ്ട്, സന്തതി സൗഭാഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ നിർഭാഗ്യവാനാണ്. അങ്ങനെയുള്ള എൻ്റെ ഗൃഹത്തിലേക്കൊരു ഫലം വന്നാൽ പോലും ആ ഫലവും വളരെ പെട്ടെന്ന് തന്നെ ശുഷ്കിച്ചു പോകും. കിമിതോ ജീവിതേനമേ, കിം ഇതോ ജീവിതേനമേ, എനിക്കിനിയും ഈ ജീവിതം എന്തിനാണ്, ഇനിമേൽ ഞാൻ ഇനിയും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തു പ്രയോജനം. അതായത് താൻ ഇവിടെ ഈ പ്രാണത്യാഗം ചെയ്യാൻ വന്നത് എന്തുകൊണ്ടാണ് എന്ന് വാക്കുകളിലൂടെ പറഞ്ഞു വരികയാണ്. തൻ്റെ ദുഃഖത്തിൻ്റെ ആ ഒരു ആഴം ആ സന്യാസിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ള വൃക്ഷങ്ങളൊന്നും ഞാൻ വെച്ചാൽ അത് കായ്ക്കില്ല, എൻ്റെ വീട്ടിലെ പശു പോലും വന്ധ്യയായി മാറും. ഇനിയും എൻ്റെ വീട്ടിലേക്ക് എങ്ങാനും ഒരു ഫലം ആരെങ്കിലും എങ്ങനെയെങ്കിലും വന്നു ചേർന്നു എന്നിരിക്കട്ടെ, അതുപോലും ശുഷ്കിച്ചു പോകും വളരെ പെട്ടെന്ന്. കാരണം ഞാൻ അത്രമാത്രം ഭാഗ്യഹീനനാണ്. ശിശുക്കളില്ലാത്ത ഞാൻ, അടുത്തൊരു തലമുറയ്ക്ക് സൃഷ്ടി നൽകുവാൻ കഴിയാതെ പോയ
ഞാനിനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇതുകൊണ്ടിനി എന്തു പ്രയോജനമാണ് എൻ്റെ ഈ ജീവിതം കൊണ്ട്? ശ്ലോകം ഒന്നുകൂടി നോക്കാം. യത് ഫലം മദ്ഗൃഹായാതം ശീഘ്രം തച്ച വിശുഷ്യതി നിർഭാഗ്യസ്യാനപത്യസ്യ കിമിതോ ജീവിതേന മേ. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിർഭാഗ്യസ്യാനപത്യസ്യ. ഇവിടെ നിർഭാഗ്യസ്യ അനപത്യസ്യാണ്. അത് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി 32ാമത്തെ ശ്ലോകം. ഇത്യുക്ത്വാ സരുരോധോച്ചൈസ്തത് പാർശ്വേ ദുഃഖപീഡിത തഥാ തസ്യ യതേശ്ചിത്തേ കരുണാഭൂദ്ഗരീയസി. ഇത്യുക്ത്വാ, ഇതി ഉക്ത്വ, ഇങ്ങനെ 2 വാക്കുകൾ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട്, സ എന്ന് പറഞ്ഞാൽ ആ ബ്രാഹ്മണൻ, രുരോധോച്ചൈസ്തത് പാർശ്വേ ദുഃഖപീഡിത. രുരോധോച്ചൈസ്തത്, രുരോധ ഉച്ചൈ തത്, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. രുരോധ എന്ന് പറഞ്ഞാൽ വളരെ ശബ്ദമെടുത്ത് ഉറക്കെ കരയുക, ഉച്ചത്തിൽ വളരെ ശബ്ദത്തിൽ ഉറക്കെ കരഞ്ഞു. തത് എന്ന് പറഞ്ഞാൽ അവിടെ ആ തത് പാർശ്വേ, ആ സന്യാസിയുടെ, തത് എന്നിവിടെ ഉദ്ദേശിച്ചത് ആ സന്യാസിയുടെ പാർശ്വേ സമീപത്തിൽ, ആ സന്യാസിയുടെ സമീപത്തിൽ നിന്ന് ഉറക്കെ വാവിട്ട് കരഞ്ഞു. ദുഃഖപീഡിത എന്ന് പറഞ്ഞാൽ ദുഃഖം സഹിക്കാനാവാതെ, ദുഃഖത്താൽ പീഡിതനായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം നമ്മൾ പറയില്ലേ, നമ്മൾ സ്ക്വീസ് ചെയ്യുക, നമ്മൾ നാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ദുഃഖം അങ്ങനെ പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ ബ്രാഹ്മണനെ. അങ്ങനെ ആ ദുഃഖത്താൽ പീഡിതനായ ആ ബ്രാഹ്മണൻ ആ സന്യാസിയുടെ സമീപം നിന്ന് ഉറക്കെ വാവിട്ട് കരഞ്ഞു. തഥാ തസ്യ യതേശ്ചിത്തേ കരുണാഭൂദ്ഗരീയസി. തഥാ അപ്പോൾ, തസ്യ എന്ന് പറഞ്ഞാൽ ആ സന്യാസിയുടെ, യഥേശ്ചിത്തേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, ചിത്തേ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ, ആ സന്യാസിയുടെ ഹൃദയത്തിൽ കരുണാഭൂദ്ഗരീയസി. കരുണ അഭൂത്, കരുണയുണ്ടായി, ഉത്ഭവിച്ചു. എങ്ങനെ? ഗരീയസി, വളരെ ഗരീയസി എന്ന് പറഞ്ഞാൽ ഗരിമയുള്ളത്, അഥവാ അത്രയും ബലവത്തായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ആഴത്തിൽ, അത്രയേറെ വളരെ വർദ്ധിച്ച ഒരു കരുണ ആ സന്യാസിയുടെ ഉള്ളിൽ ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണനോടും ധുന്ധുലി ദേവിയോടും ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പൊട്ടിക്കരയുന്ന ആ ഒരു രംഗം, ഒരു ബ്രാഹ്മണൻ തൻ്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരയുകയെ അത് കണ്ടിട്ട് ആ സന്യാസിക്ക് സഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെയേറെ ഭാരമുള്ളതായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ അത്രയേറെ വർദ്ധിച്ചതായിട്ടുള്ള ഒരു കരുണ ആ സന്യാസിയുടെ ഉള്ളിൽ ഉണ്ടായി. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇത്യുക്ത്വാ സരുരോധോച്ചൈസ്തത് പാർശ്വേ ദുഃഖപീഡിത തഥാ തസ്യ യതേശ്ചിത്തേ കരുണാഭൂദ്ഗരീയസി. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രുരോധോച്ചൈസ്തത്, ചില ഗ്രന്ഥങ്ങളിൽ അതത്രയും ഒന്നിച്ചെഴുതിയിട്ട് പാർശ്വേ എന്നുള്ളത് വേറെ വാക്കായിട്ടാവും എഴുതിയിരിക്കുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ രുരോധോച്ചൈസ്തത് പാർശ്വേ, അങ്ങനെ ഇതിത്രയും ചേർത്ത് എഴുതിയിരിക്കുന്നെങ്കിൽ അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. ഇനി ദുഃഖപീഡിത, അവിടെ ഒരു വിസർഗമുണ്ട്, അത് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ അടുത്തത് കരുണാഭൂത്, കരുണ അഭൂതാണ്, കരുണാഭൂത്. ഇവിടെ ദ, കരുണാഭൂതാണ്, അഭൂത് എന്നുള്ളത് ദ ആയിട്ട് മാറും. ഇനി അടുത്തത് 33ാമത്തെ ശ്ലോകമാണ്. ഇത്രയും ഈ ഒരു ശ്ലോകം കൂടി പറഞ്ഞ് ബ്രാഹ്മണൻ അങ്ങനെ നിർത്തുകയാണ്, ആ ആത്മദേവൻ നിർത്തിയ. പിന്നീട് നമുക്ക് ആ സന്യാസിയുടെ വാക്കുകളാണ്. അപ്പോൾ ഈ പൊട്ടിക്കരഞ്ഞ ബ്രാഹ്മണൻ, ഇവിടെ ഈ 31ാമത്തെ ശ്ലോകത്തിൽ വരെയേ ബ്രാഹ്മണൻ സന്യാസിയോട് സംസാരിക്കുന്നുള്ളൂ, തൻ്റെ ദുഃഖം പറയുന്നുള്ളൂ. 27 തൊട്ട് 31 വരെയുള്ള ശ്ലോകങ്ങൾ. 32ാമത്തെ ശ്ലോകത്തിലെത്തിയപ്പോഴേക്കും
ആ വാക്കുകൾ കൈവിട്ട് അത്ര നാളും വിങ്ങി ഉള്ളിൽ നിന്നിരുന്ന ദുഃഖം അങ്ങനെ വാവിട്ട് കരയുന്ന ഒരവസ്ഥയിലേക്ക് ബ്രാഹ്മണനെ കൊണ്ടെത്തിച്ചു. അവിടെ ആ കരച്ചിൽ, ആ ബ്രാഹ്മണൻ്റെ കരച്ചിൽ കണ്ട് ഹൃദയം കരുണാർദ്രമായി മാറിയ ആ സന്യാസി ഇനി എന്താണ് ചെയ്തത് എന്നാണ് 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. തത്ഫാലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യതിഃ പശ്ചാദ്വിപ്രമോചേ സവിസ്തരം. തത്ഫാലാക്ഷരമാലാം, തത് ഫാല അക്ഷരമാലാം. തത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ബ്രാഹ്മണൻ്റെ ഫാലത്തിൽ എന്ന് പറഞ്ഞാൽ നെറ്റിയിലെന്ന് നമ്മൾ പറയില്ലേ, അതായത് ശിരസ്സിൽ എഴുതിയത് അക്ഷരമാലാം, ആ ബ്രാഹ്മണൻ്റെ നെറ്റിയിൽ എഴുതി വച്ചിരിക്കുന്നത് അഥവാ തലയിലെഴുത്ത് എന്ന് നമ്മൾ പറയില്ലേ, ആ ശിരസ്സിൽ എഴുതി വച്ചിരിക്കുന്നതിനെ വാചയാമാസ യോഗവാൻ. വാചയാമാസ വായിച്ചറിഞ്ഞു. ആ ബ്രാഹ്മണന് എന്തുകൊണ്ടാണ്, അതായത് തലയിലെഴുത്ത് വായിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണൻ ഇങ്ങനെയൊരു ഗതി ഉണ്ടായത് എന്ന് ആ സന്യാസി തൻ്റെ ജ്ഞാനശക്തി കൊണ്ട്, തൻ്റെ യോഗശക്തി കൊണ്ട്, യോഗവാൻ എന്നാണ് പറഞ്ഞത്, ആ യോഗി, ആ സന്യാസി വായിച്ചറിഞ്ഞിരിക്കുന്നു. സർവം ജ്ഞാത്വാ യതി പശ്ചാദ്വിപ്രമോചേ സവിസ്തരം. സർവം ജ്ഞാത്വാ, എല്ലാം നന്നായി ധരിച്ചിട്ട്, നന്നായി അറിഞ്ഞിട്ട്, യതി ആ സന്യാസി പശ്ചാദ്വിപ്രമോചേ, പശ്ചാത് വിപ്രം ഊചേ, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ അനന്തരം, ഇതെല്ലാം നന്നായി ധരിച്ചതിന് ശേഷം വിപ്രം ആ ബ്രാഹ്മണനോട് ഊചേ പറഞ്ഞു. എങ്ങനെ? സവിസ്തരം, എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ സന്യാസി പറഞ്ഞ കാര്യങ്ങളാണ്. അടുത്തൊരു 3 ശ്ലോകങ്ങൾ ആ സന്യാസി പറയുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആ ബ്രാഹ്മണൻ എന്തുകൊണ്ടാണ് സന്തതി സൗഭാഗ്യം ഇല്ലാതെ പോയതെന്ന് ഉള്ളിൽ കരുണ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഗിയായിട്ടുള്ള, ജ്ഞാനിയായിട്ടുള്ള ആ സന്യാസി ആ ബ്രാഹ്മണൻ്റെ, നമ്മൾ തലയിൽ വര എന്നൊക്കെ, തലയിൽ വര എന്ന് പറയില്ലേ, അതേപോലെ ആ ബ്രാഹ്മണൻ്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തലയിലെഴുത്ത് നന്നായി തൻ്റെ യോഗശക്തി കൊണ്ട് ഗ്രഹിച്ചറിഞ്ഞു. അങ്ങനെ ആ യോഗശക്തി കൊണ്ട് ഗ്രഹിച്ചറിഞ്ഞ ബ്രാഹ്മണൻ എല്ലാം നന്നായി ഗ്രഹിച്ചിരിക്കുന്നു. എന്താണ് ഈ ബ്രാഹ്മണന് സന്തതികൾ ഉണ്ടാകാത്തത്, എവിടെയാണ് പ്രശ്നം സംഭവിച്ചത്, എവിടെയാണ് ഈ ബ്രാഹ്മണന് പിഴച്ചിരിക്കുന്നത്, ഇതെല്ലാം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം എല്ലാം തന്നെ വളരെ വിസ്തരിച്ചിനിയും ബ്രാഹ്മണനോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പോവുകയാണ് ആ സന്യാസി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്ഫാലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യതിഃ പശ്ചാദ്വിപ്രമോചേ സവിസ്തരം. ശ്ലോകത്തിൽ കുറച്ച് കട്ടിയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. കട്ടിയുള്ളത് എന്നതിനേക്കാളേറെ ചേർത്ത് തന്നെ വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നാവുന്ന വാക്കുകൾ നമുക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തത്ഫാലാക്ഷരമാലാം, തത്ഫാല അക്ഷരമാലാം, അത് ചേർത്ത് തന്നെ വായിക്കുക. തത്ഫാലാക്ഷരമാലാം. അതേപോലെ സർവം ജ്ഞാത്വാ യതി, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തുക. പിന്നെ അടുത്തത് പശ്ചാദ്വിപ്രമോചേ, ദ്വി, അത് പശ്ചാത്ത് വിപ്രം ഊജയാണ്, പക്ഷേ അത് പിരിക്കാതെ കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പശ്ചാദ്വിപ്രമോചേ, അത് ശ്രദ്ധിച്ച് തന്നെ വായിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്ത 3 ശ്ലോകങ്ങൾ ആ സന്യാസി പറയുന്നതാണ് 34 മുതൽ 36 വരെയുള്ളത്. 34-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.